ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് മൺഡേ ആയി. നമ്മുടെ വീക്ക്ലി ഗൈഡൻസ് എടുക്കാം നമുക്ക്. ഓക്കെ, നിങ്ങളുടെ ഈ വീക്ക് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവും നോക്കാം. ഓക്കെ, ഈ ആഴ്ച നിങ്ങൾക്ക് മുന്നോട്ട് എന്താ പ്രതീക്ഷിക്കാൻ പറ്റുക, ഓരോ ദിവസത്തെയും എനർജി എന്ന രീതിക്ക് എന്തായിരിക്കും നോക്കാം നമുക്ക്. ഓക്കെ, ഒന്നോ രണ്ടോ കാർഡ്സ് വെച്ച് ലെറ്റ്സ് സീ. ഓക്കെ, മൺഡേ ടു സൺഡേ. ഓക്കെ, മൺഡേത്തെ എനർജി ഹെയർഫെൻ്റ് ആണ്. ട്യൂസ്ഡേ, വെനസ്ഡേ, വ്യാഴാഴ്ച, വെള്ളി, ശനി. ബുദ്ധിമുട്ടാണല്ലോ, വലിയ കാർഡ്സാണ്. സൺഡേ. ഓക്കെ, ഇത് ഓരോന്നും ക്ലാരിഫിക്കേഷൻ കൂടി എനിക്ക് വേണം. ഓക്കെ, നോക്കട്ടെ എന്താ ഹൈറോഫൻ എന്താ പറയുന്നത് നോക്കട്ടെ. വെയിറ്റിംഗ്. ഓക്കെ, ഒരു പ്ലാനിങ് എനർജി. ഓക്കെ, ട്യൂസ്ഡേയുടെ കോൺഫ്ലിക്റ്റിൻ്റെ കാര്യം. ഓക്കെ, വെനസ്ഡേ. ഓക്കെ, ഒരു ബർഡൻ. ഓക്കെ, 7-7. ഓക്കെ, ഓക്കെ, എന്തായാലും ബോട്ടം ഓഫ് ദ ഡെക്ക് നമുക്ക് ഓക്കെ ചെറിയൊരു സ്ട്രെസ്സിൻ്റെ എനർജിയാണ് ഈ ആഴ്ച. ഒരു ലേശം സ്ട്രെസ് എനർജി കാണുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഐ തിങ്ക് നല്ല കുറച്ച് പവർഫുൾ ആയിരുന്നു, നല്ലതായിരുന്നു അല്ലേ എൻ്റെ ഓർമ്മയിൽ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കുറച്ചൊരു സ്ട്രെസ്ഫുൾ ആയിട്ടൊരു ആഴ്ചയാണ് കാണുന്നത്. ചില കൺഫ്യൂഷൻസ്, കുറച്ച് ടെൻഷൻ, ഉറക്കം പോകുന്ന തരത്തിൽ ചെറിയൊരു വറി. ഓക്കെ, നമ്മളൊരു കാര്യങ്ങളെക്കുറിച്ച് ഓർത്തുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കാൻ പറ്റായ അല്ലെങ്കിൽ ഒരു ടെൻഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, ഒരു സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക്. കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല തോന്നുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെയോ പ്രശ്നങ്ങളായിട്ട് മേ ബി ഫാമിലിയിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജസ്റ്റ് ഓവറോൾ എനർജി ആയിരിക്കാം. ഓക്കെ, നമുക്ക് പറയുമ്പോൾ പറയാം ബാക്കി. ഇവിടെ മൺഡേ നമുക്ക് കാണുന്ന ഹൈറോഫൻ്റ് എനർജി ആൻഡ് 3 ഓഫ് വൺസ് ആണ് ക്ലാരിഫൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ എനിക്ക് തോന്നുന്നത് നിങ്ങൾ എന്തോ കാര്യത്തിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് പ്ലാനിങ് ആണ്. ഓക്കെ, മൺഡേ നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൻ്റെ നിങ്ങൾക്ക് ചിലവർക്ക് പഠിക്കാനുള്ള കാര്യങ്ങളായിരിക്കാം. നിങ്ങൾ എന്തെങ്കിലും പഠിക്കാൻ തുടങ്ങുന്ന വലുതും ആയിരിക്കും. ഓക്കെ, അതിനുവേണ്ടി ചിലപ്പോൾ വിസ അപ്ലൈ ചെയ്തു, പുറത്തു പോകാൻ വലുതും അപ്ലൈ ചെയ്തു, കോളേജിൽ എവിടെയെങ്കിലും അപ്ലിക്കേഷൻ കൊടുത്തു, അങ്ങനെയാവാം. എന്തെങ്കിലും എക്സാം എഴുതി വെയിറ്റിംഗ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാനിങ് എന്ന് മാത്രമല്ല, ഇവിടെ കൗൺസിലിങ്ങിൻ്റെ കാര്യം നമ്മൾ പറയാറുണ്ട്. ഇതിനെക്കുറിച്ച് ഹൈറോഫൻ്റ് പറയുമ്പോൾ നിങ്ങൾ ആരുടെയെങ്കിലും ഹെൽപ്പ് സപ്പോർട്ട് എടുക്കുന്നതായിട്ട്, ഓക്കെ, അഡ്വൈസ് ചോദിക്കുന്നതായിട്ട് പറയാം. നിങ്ങൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനുണ്ട് എന്ന് പറയാം. പക്ഷെ ഇതൊരു വെയിറ്റിംഗ് എനർജിയാണ്, ഇവിടെ പ്ലാനിങ് എനർജിയാണ്. സോ പ്ലാനിങ് എന്ന് പറയുമ്പോൾ എനിക്ക് ഇവിടെ കൂടുതലും പഠിക്കുന്നതിനെ കുറിച്ചാണ് എനിക്ക് തോന്നുന്നത്. സ്റ്റഡീസ് അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, നിങ്ങൾ എന്തോ പഠിക്കാൻ ശ്രമിക്കുന്നതായിട്ട്, അതിപ്പോൾ ജോലിയിൽ ചെയ്യുന്നവരായാലും, ജോലി ചെയ്യുന്നവരാണ്, നിങ്ങൾ വീട്ടിലിരിക്കുന്നവരാണ്, എന്തോ ആയിക്കോട്ടെ. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും പഠിക്കാൻ വേണ്ടി എന്തെങ്കിലും ജസ്റ്റ് ഒരു നോളജ് നിങ്ങൾ ഗെയിൻ ചെയ്യാം. ചിലപ്പോൾ കുക്കിംഗ് പഠിക്കാനായിരിക്കാം. ഓക്കെ, ആരോടെങ്കിലും അഡ്വൈസ് ചോദിച്ച് നിങ്ങൾ കുക്കിങ്ങിൻ്റെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാവാം. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കോളേജിൽ എന്തെങ്കിലും ആപ്ലിക്കേഷൻ കൊടുത്തത്, അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു പ്ലാനിങ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും കൂടുതൽ പഠിക്കാൻ വേണ്ടി. ഓക്കെ, ഞാൻ എവിടുന്നാണ് പഠിക്കേണ്ടത്, ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പോകേണ്ടത്, അല്ലെങ്കിൽ ഏത് സ്ഥലത്താണ് നോക്കേണ്ടത്, ഏത് ബുക്കാണ് വാങ്ങേണ്ടത്, അല്ലെങ്കിൽ ആരോടാണ് ഞാൻ ചോദിക്കേണ്ടത് ഒരു അഡ്വൈസ് എന്ന രീതിക്ക് നിങ്ങളൊരു പ്ലാനിങ് ആലോചിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചില കാര്യങ്ങൾക്ക് ഐ തിങ്ക് നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി വേണം. അപ്പോൾ അതിനെക്കുറിച്ചായിരിക്കാം നിങ്ങൾ അറിയാൻ ശ്രമിക്കും. ചിലവർക്ക് ഇതൊരു സ്പിരിച്വൽ നോളജിൻ്റെ കാര്യമായിരിക്കാം. നിങ്ങൾ കുറച്ചുകൂടി നമ്മൾ ദൈവത്തിലേക്ക് അടുക്കാൻ, സ്പിരിച്വൽ കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് വല്ലതും തുടങ്ങുന്നതായിരിക്കാം. ഓക്കെ, അതിനെക്കുറിച്ച് പ്ലാനിങ്, അതായത് ഞാൻ എങ്ങനെയാണ് ഇത് പഠിക്കേണ്ടത്, എവിടെയാണ് ഞാൻ ചേരേണ്ടത്, അല്ലെങ്കിൽ എന്താ നോക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം. ഓക്കെ, സോ ഒരു മൺഡേ ഒരു നമ്മളൊരു അന്വേഷണ ഒരു എന്താ പറയുക, അന്വേഷണം, ഗവേഷണം എന്നൊക്കെ പറയാൻ തോന്നുന്നുണ്ട് എനിക്ക്. എന്തെങ്കിലും നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു രീതിയിൽ. ഓക്കെ, നിങ്ങൾ അതിന് വേണ്ട പ്ലാനിങ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും നോളജ് വേണമായിരിക്കും അതിനെക്കുറിച്ച്. അത് ചിലപ്പോൾ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ്റെ കാര്യമായിരിക്കാം. നിങ്ങൾ എന്തെങ്കിലും അറിയാൻ ശ്രമിക്കുന്നതായിരിക്കാം. അതിനെക്കുറിച്ച് എവിടെ നിന്നാണ് ഇൻഫർമേഷൻ കിട്ടുക എന്ന് നിങ്ങൾ നോക്കുന്നുണ്ടാവും. ഓക്കെ, ഇവിടെ ട്യൂസ്ഡേക്ക് ചെറിയ കോൺഫ്ലിക്ട്സ് കാണുന്നുണ്ട്. ട്യൂസ്ഡേ നിങ്ങൾ ഏതെങ്കിലും ഒരു പേഴ്സണുമായിട്ട് വളരെയധികം കോൺഫ്ലിക്റ്റ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ആരോടെങ്കിലും സംസാരങ്ങളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഒരു എന്തെങ്കിലും മുറിപ്പെടുത്തുന്ന തരത്തിലുള്ള വാക്കുകൾ, സംസാരം അങ്ങനെ വരാനുള്ള ഒരു സാധ്യതയാണ്. ആരെങ്കിലുമായിട്ട് കോമ്പറ്റീഷൻ വരാനുള്ള സാധ്യതകളാണ്.
ഐ മീൻ ഒരു തരം നമ്മൾ മത്സരം എന്ന് പറയില്ലേ, മത്സരം എന്ന് പറയുമ്പോൾ ജസ്റ്റ് എന്താ പറയുക, കോമ്പറ്റീഷൻ മത്സരം മാത്രമല്ല, നമ്മൾ പരസ്പരം സംസാരിക്കുമ്പോൾ ഞാൻ ജയിച്ചു നീ ജയിച്ചു എന്നുള്ള തരത്തിൽ, അതായത് ഞാൻ പറയുന്നതാണ് കറക്റ്റ്, നീ പറയുന്നതാണ് കറക്റ്റ് എന്ന രീതിക്ക് വിട്ടുകൊടുക്കാത്ത രീതിയിൽ ഒരു കോമ്പറ്റീഷൻ, അങ്ങനത്തെ കാര്യങ്ങളും ആവാം. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു വാക്ക് തർക്കം ആരോടെങ്കിലും വരുന്നതായിട്ട് ട്യൂസ്ഡേക്ക് കാണുന്നുണ്ട്. ഇതൊരു പേഴ്സൺ, ഇതിപ്പോൾ കിങ് ഓഫ് സോർട്സ് ആണ് ഇവിടെ, ഒരു മെയിൽ എനർജി ആവാം, മാൻ ആവാം, അല്ലെങ്കിൽ ഒരു ലേഡിയോ ആവാം. നിങ്ങൾക്ക് അറിയില്ല, ആരോടെങ്കിലും അറ്റ്ലീസ്റ്റ് മേ ബി നിങ്ങളുടെ വീട്ടിലെ വലിയ ആൾക്കാരെങ്കിലും, അല്ലെങ്കിൽ അച്ഛനാവാം, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ഏതെങ്കിലും എംപ്ലോയി ആവാം, അങ്ങനെ ആരോടെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ്, ചിലപ്പോൾ ഈവൻ ഫ്രണ്ട്സ്, റിലേഷൻസ്, ഓക്കെ, നിങ്ങൾ ബന്ധങ്ങൾ കാര്യം പറയുമ്പോൾ, ഓക്കെ, നിങ്ങൾ ആരോടെ നിങ്ങളുടെ ലൈക്ക് ഹസ്ബൻഡ് വൈഫ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻ ആണെങ്കിൽ ഏതെങ്കിലും പേഴ്സൺ, അങ്ങനെ അവരോടും ഒരു കോൺഫ്ലിക്റ്റ് വരാനുള്ള ഒരു സാധ്യതയാണ്, സൂക്ഷിക്കാം. ഓക്കെ, ട്യൂസ്ഡേത്തെ എനർജിയാണിത്. നിങ്ങൾക്ക് ആക്ച്വലി മേ ബി നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള തർക്കങ്ങളായിരിക്കാം. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടുമ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള പല തർക്കങ്ങളായിരിക്കാം. സോ മേ ബി നിങ്ങൾ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇവിടെ വെഡ്നസ്ഡേക്ക് നമുക്ക് കാണുന്നത് ഒരു സക്സസ് ആണ്. ഓക്കെ, പക്ഷെ സക്സസ് ഒരു സ്ട്രെസ്സിൻ്റെ കൂടെയാണ് വന്നിരിക്കുന്നത്, ബേർഡൻ്റെ കൂടെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഐ തിങ്ക് ജയിക്കാൻ ശ്രമിക്കുന്നതായിട്ട്, ഓക്കെ, മേ ബി ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിരിക്കാം. നിങ്ങളുടെ ഈ മൺഡേ ട്യൂസ്ഡേയുടെ എനർജി കണ്ടിന്യൂവേഷൻ ആയിട്ട് നിങ്ങൾക്ക് പോകുന്നതായിരിക്കും. എന്തെങ്കിലും കാര്യം നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ടാവും. നിങ്ങൾ ഏതെങ്കിലും വ്യക്തിയുമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് തർക്കം അങ്ങനത്തെ ഉണ്ടെങ്കിൽ ഇവിടെ ഇത് വിക്ടറി എന്ന രീതിക്ക് പറയാം. ഓക്കെ, വിക്ടറി സക്സസ് എന്ന രീതിക്ക് പറയാം. പക്ഷെ ബേർഡൻ ഉണ്ട് അതിൻ്റെ ഒപ്പം. സോ അവിടെ ഐ തിങ്ക് നിങ്ങൾ വളരെയധികം ബേർഡൻ, മേ ബി നിങ്ങൾ ജയിക്കുമായിരിക്കും. ഓക്കെ, നിങ്ങളൊരു തർക്കമുണ്ട്, ഒരു കോമ്പറ്റീഷനൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾ തർക്കിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ജയിക്കുന്നത് നിങ്ങളായിരിക്കും ചിലപ്പോൾ. ഓക്കെ, പക്ഷേ ആ ഒരു ബേർഡൻ നിങ്ങളുടെ മേത്തുണ്ടാവും. ദാറ്റ് മേ ബി നമ്മൾ പറയില്ല, ചിലപ്പോൾ നമ്മൾ ജയിക്കുമ്പോഴും ആ ജയം നമുക്കൊരു സക്സസ് ആയിട്ട് തോന്നില്ല, ഒരു ഫീൽ ചെയ്യില്ല, അല്ലേ? കാരണം നമ്മൾ എന്തെങ്കിലും മീൻസ് നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ് എന്ന രീതിക്ക് ചിലപ്പോൾ വലതും വരാം. ഓക്കെ, നിങ്ങളാണ് കറക്റ്റ് എന്ന രീതിക്ക് ചിലപ്പോൾ മറ്റേവർ സമ്മതിച്ചു തരാം. പക്ഷെ അവിടെ എവിടെയോ നമ്മൾ മാനസികമായിട്ട് ഒരു വിഷമം അനുഭവിക്കുന്ന പോലെയും ഉണ്ട്. ഓക്കെ, നമ്മൾ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടവരോട്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ അടുപ്പമുള്ളവരോടൊക്കെ ചിലപ്പോൾ നമ്മൾ തർക്കിച്ച് കഴിയുമ്പോൾ നമുക്ക് ജയിച്ചാലും നമുക്ക് ആ ജയം പോലെ തോന്നില്ല, അല്ലേ? ഒരു ബേർഡൻ ആയിട്ട് തന്നെ അത് ഫീൽ ചെയ്യും. ഓക്കെ, തർക്കിക്കേണ്ടി വന്നല്ലോ എന്നുള്ളൊരു ബേർഡൻ ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ബേർഡൻ നിങ്ങളുടെ മനസ്സിൽ, അല്ലെങ്കിൽ നിങ്ങൾ ജയിക്കാൻ ശ്രമിക്കുന്നതായിരിക്കാം. ഓക്കെ, അന്ന് ബുധനാഴ്ചയ്ക്ക് മേ ബി ഈ ഒരു ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങൾ ബുധനാഴ്ചയും നിങ്ങളുടെ ആർഗ്യുമെന്റ് നടക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ജയിക്കാൻ ശ്രമിക്കുന്നതായിട്ട് ചിലപ്പോൾ ഉണ്ടാവാം. എന്നിട്ട് നിങ്ങൾ ഒരുപാട് ബേർഡൻ നിങ്ങളുടെ മേലെയുണ്ട്. ഓക്കെ, അതിനൊക്കെ മേലെ നിങ്ങളൊന്ന് ജയിക്കാൻ ശ്രമിക്കുന്നതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ മേലെ ഒരുപാട് ബേർഡൻ ഉണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾക്കൊരു സക്സസ് എന്ന രീതിയിൽ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാവും. ഓക്കെ, എങ്ങനെയെങ്കിലും എൻ്റെ ബേർഡൻസിനെ ഒന്ന് ഓവർകം ചെയ്യണം, എനിക്ക് എൻ്റെ ലൈഫിനെ ഒന്ന് ബെറ്റർ ആക്കണം, എനിക്ക് അതിലൊരു സക്സസ് കൊണ്ടുവരണം എന്ന രീതിക്ക് ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവാം. ഓക്കെ, ബുധനാഴ്ച ഇപ്പോൾ നമുക്ക് 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഈ ട്യൂസ്ഡേയുടെ കണ്ടിന്യൂഷൻ ആയിട്ട് ചിലപ്പോൾ ആരോടെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ബേർഡൻസിന് മേലെ നിങ്ങൾക്കൊരു സക്സസ് കിട്ടും എന്ന രീതിക്കും പറയാം. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ താങ്ങാൻ പറ്റാത്ത അത്രയും ഭാരം നമ്മുടെ മേത്തുണ്ടെങ്കിൽ അതിനൊക്കെ നമുക്കൊന്ന് റിലാക്സ് ചെയ്യാനോ, ഒരു ജയിച്ചു നമുക്കൊന്ന് കാര്യങ്ങൾ സെറ്റായി വരുന്നു എന്ന രീതിക്കെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യാം. ഓക്കെ, ഇവിടെ വ്യാഴാഴ്ചയ്ക്ക് തേഴ്സ്ഡേ നമുക്ക് കാണുന്നത് 7 ഉണ്ട് ഇവിടെ എന്തായാലും. അപ്പോൾ 7 നമുക്കൊരു ലക്കി നമ്പറായിട്ട് പറയാം. ബട്ട് ഇവിടെ ഒരു മൂവ്മെൻറ്റ്, ഒരു മാറ്റം, ഒരു ചേഞ്ച് എന്ന രീതിക്ക് നമുക്ക് പറയാം. ഓക്കെ, ആൻഡ് നിങ്ങളൊരു അവനവന് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുന്ന പോലെയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, മേ ബി ഇതൊക്കെ കണ്ടിന്യൂവേഷൻ ആയിട്ട് നമ്മളൊരു സ്റ്റോറി ആയിട്ട് പറയുകയാണെങ്കിൽ, യെസ്, ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞതിനെക്കുറിച്ച് നിങ്ങൾ സംസാരം കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ അതായത് നിങ്ങൾക്കറിയാം ദാറ്റ് നിങ്ങൾ പറയുന്നത് കറക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി തന്നെ നിങ്ങളൊരു സ്റ്റാൻഡ് എടുക്കുന്നതായിട്ടും പറയാം. ഓക്കെ, ചിലവർക്ക് ഇവിടെ മൂവ്മെൻറ്റ് കാണുന്നുണ്ട്. മൂവ്മെൻറ്റ് പറയുമ്പോൾ എനിക്കിത് കണക്ട് ചെയ്ത് പറയാൻ നോക്കുകയാണ് ഞാൻ. കാര്യങ്ങളിലൊരു മാറ്റം എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. ഓക്കെ, കാര്യങ്ങൾ കുറച്ചുകൂടി ഒന്ന് മാറി വരും. ഓക്കെ, അല്ലെങ്കിൽ സിറ്റുവേഷനിലൊരു മൂവ്മെൻറ്റ് എന്ന രീതിക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾ ഒന്ന് ഉറച്ച് നിൽക്കേണ്ടി വരും. പക്ഷെ നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ കാര്യങ്ങൾ സക്സസ് എത്തണമെങ്കിൽ മേ ബി നിങ്ങൾ ഉറച്ച് നിൽക്കേണ്ടി വരും. നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ശരികൾക്ക് വേണ്ടി ചിലപ്പോൾ നിങ്ങൾ തന്നെ നിൽക്കേണ്ടി വരും. ഓക്കെ, അങ്ങനെ ആയിരിക്കാം. ഈ ഫൈറ്റ് മേ ബി ഒരു കണ്ടിന്യൂഷൻ ആയിരിക്കാം. ഈ ഒരാഴ്ച മുഴുവൻ ഐ തിങ്ക് അങ്ങനെ ചില കാര്യങ്ങൾ നടക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തന്നെ, അവനവന് വേണ്ടി നമ്മളൊന്ന് നിലകൊള്ളുക, അല്ലേ? നമ്മൾ അവനവന് വേണ്ടി ഒന്ന് സ്റ്റാൻഡ് എടുക്കുക. ചിലപ്പോൾ വേറൊരു വ്യക്തി നിങ്ങളെ പറഞ്ഞപ്പോൾ നമ്മൾ പറയില്ല, ചിലവർ നിങ്ങളെ വേദനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങളെ പറയുന്നത് ശരിയല്ല എന്ന രീതിക്കൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, പക്ഷെ നിങ്ങൾ പറയുന്നത് അതിനായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി നോളജ് ഗെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്, കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാവും. ഓക്കെ, എന്നിട്ടായിരിക്കും നിങ്ങളിതിന് തർക്കത്തിന് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ മേ ബി നിങ്ങൾ അവനവന് വേണ്ടി ഒന്ന് ഉറച്ച് നിൽക്കേണ്ടി വരും. ദാറ്റ് ഓക്കെ, എനിക്കിത് കാര്യങ്ങൾ പറഞ്ഞ് ശരിയാക്കണം എന്ന്
ഞാൻ പറയുന്നത് കറക്റ്റാണ് എന്ന രീതിയിലൊക്കെ ചിലപ്പോൾ ഒന്ന് ഉറച്ച് നിൽക്കേണ്ടി വന്നേക്കാം. ബട്ട് അത് ഐ തിങ്ക് ഒരു ബേർഡൻ ഐ തിങ്ക് അതിൻ്റെ ആയിരിക്കും. ഓക്കെ, ആൻഡ് ഇവിടെ ചാരിയറ്റ് മൂവ്മെൻറ്റ്സോ കാര്യങ്ങൾക്ക് മുന്നോട്ടൊരു മൂവ്മെൻറ്റ് എന്ന രീതിക്ക് നമുക്ക് പറയാം. മാറിപ്പോവുക എന്ന രീതി, എന്തിലെങ്കിലും മാറിപ്പോകുന്ന രീതിക്കും എടുക്കും നമ്മൾ. ലൈക്ക് ഇപ്പോൾ സിറ്റുവേഷൻ വിട്ട് മാറിപ്പോകുന്നതായിരിക്കാം. ബട്ട് ഇവിടെ ആൻഡ് ഫ്രൈഡേക്ക് എനിക്ക് എനർജി നമ്മളെ കിങ് ഓഫ് വാൻസ് ആൻഡ് ടവറാണ്. സോ ആൻഡ് ഇവിടെ സാറ്റർഡേക്കും ആക്ച്വലി കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നിച്ച് പറയാം. ഓക്കെ, ഇത് ചിലപ്പോൾ റിലേഷൻഷിപ്സിൻ്റെ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ആരോടെങ്കിലും തർക്കം നടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കപ്പിളിൻ്റെ എനർജി ഉണ്ട്. ഓക്കെ, കിങ് ഓഫ് വാൻസ്, ക്വീൻ ഓഫ് വാൻസ് ഇവിടെ എനർജി ഉണ്ട്. ആൻഡ് ഇവിടെ 2 ഓഫ് പെൻറ്റിക്കിൾസും ഉണ്ട്. സോ മേ ബി ഒരു തീരുമാനം എടുക്കുന്ന കാര്യമായിരിക്കും. ഓക്കെ, ആൻഡ് ഇവിടെ ഉറച്ചു നിൽക്കുന്ന ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇതെല്ലാം ഐ തിങ്ക് ഇത് ഇത്തവണ മൺഡേ ട്യൂസ്ഡേ എനിക്ക് സെപ്പറേറ്റ് പറയാനില്ല. ഐ തിങ്ക് ഇതൊരു സ്റ്റോറി പോലെ വരുന്നുണ്ട് ഇത്തവണ. ഓക്കെ, നിങ്ങളുടെ കാര്യത്തിൽ മേ ബി നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാനുണ്ടാവും. ഓക്കെ, ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായിരിക്കാം കൂടുതലും. ഓക്കെ, കാരണം ഒരു കപ്പിളിൻ്റെ എനർജി ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഓക്കെ നിങ്ങൾ പറയാനും നിങ്ങൾ ശ്രമിക്കണം. ഓക്കെ, ഐ തിങ്ക് ഇവിടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു പേഴ്സൺ തീരുമാനം എടുക്കുന്ന കാര്യമായിരിക്കാം, നിങ്ങൾ തീരുമാനം എടുക്കുന്ന കാര്യമായിരിക്കാം. ഓക്കെ, നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ചിലപ്പോൾ ഒരു തീരുമാനം എടുക്കണം എന്നായിരിക്കും. ഓക്കെ, ഇവിടെ ഒരു ടവർ കാർഡും ഉണ്ട്, 2 ഓഫ് വാൻസും ഉണ്ട്, സോ 2 ഓഫ് പെൻറ്റിക്കിൾസും ഉണ്ട്. സോ ഒരു ചില എനിക്കിവിടെ പറയുമ്പോൾ ആക്ച്വലി ഒരു ഫീലിംഗ് വരുന്നത് ഇവിടെ സിറ്റുവേഷനിൽ ചെറിയ തകർച്ച, സെപ്പറേഷൻ, റിലേഷൻഷിപ്പ് ഒക്കെ ആണെങ്കിൽ സെപ്പറേഷൻ എന്ന രീതിക്കൊക്കെ വരാം. അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ ജോലി സ്ഥലത്തോ അങ്ങനെ വല്ല ഇഷ്യൂസ് നടക്കുകയാണെങ്കിൽ അവിടെയും കുറച്ചൊന്ന് രൂക്ഷമാവുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രശ്നങ്ങൾ ഒരു ലേശം ഹൈയിലേക്ക് പോകുന്നതായിട്ട്. ഓക്കെ, ആൻഡ് ഇത് നമ്മൾ ചാരിറ്റി നമുക്ക് മുന്നോട്ട് ഫാസ്റ്റ് മൂവ്മെൻറ്റ് എന്നും പറയും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഐ തിങ്ക് ഈ ഒരു കാര്യം കുറച്ച് ഐ തിങ്ക് സിറ്റുവേഷൻ ഒന്ന് വേഴ്സ് അവസ്ഥയിലേക്ക് പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ചിലർക്ക് റിലേഷൻഷിപ്പ് ആണെങ്കിൽ ബ്രേക്കപ്പ് വരാം. ഓക്കെ, വേറെ ഓഫീസിലോ ഫാമിലിയിലോ ജസ്റ്റ് അങ്ങനത്തെ വല്ല കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പഠിക്കുന്ന പിന്നെ അത് വേറെ. ഓക്കെ, അത് ടോട്ടലി വേറെ കാര്യം പറയാം നമുക്ക്. ബട്ട് ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് ആണ് എനിക്ക് മെയിനായിട്ട് ഫീൽ ചെയ്യുന്ന ഈ ഒരാഴ്ച. ഓക്കെ, നിങ്ങൾ ആരെങ്കിലുമായിട്ട് വലിയൊരു തർക്കം നടക്കുന്നുണ്ടാവാം. ഓക്കെ, ചില തകർച്ചകൾ സിറ്റുവേഷനിൽ ചില ടവർ മൂവ്മെൻറ്റ് വരാനുള്ള സാധ്യതയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ ബ്രേക്കപ്പ് വരാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ വളരെ ശരിക്കും നിങ്ങളെ വേദനിപ്പിക്കുന്ന തരത്തിലോ പെട്ടെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാതെ ചിലപ്പോൾ വല്ല കാര്യങ്ങൾ നടക്കുന്നൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ഇവിടെ സൺഡേക്ക് നമുക്ക് എംപ്രസ് ആൻഡ് 8 ഓഫ് വാൻസ് ആണ്. സോ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യം തന്നെയാണ് വീണ്ടും. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ്റെ മേ ബി സൺഡേ ആകുമ്പോഴേക്കും സിറ്റുവേഷൻ ഒന്ന് ബെറ്റർ ആവും എന്ന രീതിക്ക് നമുക്ക് പറയാം. ഇതൊരു പോസിറ്റീവായിട്ട് എടുക്കാം നമുക്കിവിടെ. ജോലി സ്ഥലത്തെ കാര്യങ്ങളാണെങ്കിൽ സൺഡേ കഴിയുമ്പോഴേക്കും ഐ തിങ്ക് നിങ്ങളാണ് ജയിച്ച് നിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കുമെന്ന് പറയാം സൺഡേ ആകുമ്പോഴേക്കും. ഓക്കെ, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നമ്മൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യം അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് നടക്കുന്നു, അല്ലെങ്കിൽ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂലാണ്. ഓക്കെ, ആര് വേണമെങ്കിൽ ആയിക്കോട്ടെ. ഓക്കെ, റിലേഷൻ ആവാം, ഫ്രണ്ട്സ് ആവാം, കൊളീഗ്സ് ആവാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് നിങ്ങൾക്ക് നടക്കുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് സൺഡേ ആകുമ്പോഴേക്കും ഇതൊരു ലേശം നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വരാനുള്ളൊരു സാധ്യതയാണ്. ഓക്കെ, കുറച്ചുകൂടി പോസിറ്റീവായിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ് കാണുന്നത്. ഒന്ന് സമയബി ഈ കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ച് ഐ തിങ്ക് നിങ്ങൾ തമ്മിലൊരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ വന്ന് കാര്യങ്ങൾ പറഞ്ഞ് ക്ലിയറായി ഓക്കെ മുന്നോട്ടൊരു കുറച്ചുകൂടി പോസിറ്റീവായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഒന്ന് സോൾവ് ആവുന്ന തരത്തിലാണ് ഫീൽ ചെയ്യുന്നത്. ഇവിടെ 10 ഓഫ് കപ്സ് ആണ്. സോ മേ ബി ഇവിടെ ഹൈറോഫൻ്റ് പറയുമ്പോൾ മാരേജ് കാർഡും ആണ്. ചിലപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് തമ്മിലുള്ള പല കാര്യങ്ങളായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് വേറെ ആരോടെങ്കിലും തർക്കിക്കുക, അങ്ങനത്തെ പല കാര്യങ്ങളുണ്ടെങ്കിൽ ഐ തിങ്ക് അതൊരാഴ്ച കുറച്ച് നീണ്ടു നിൽക്കാനുള്ള സാധ്യതയാണ്. ഓക്കെ, അതിന് ലേശം സ്ട്രെസ്സും അടിക്കും നിങ്ങൾ. ഓക്കെ, നിങ്ങൾ ലേശം സ്ട്രെസ്സും ഉണ്ടാവും. പക്ഷേ ഐ തിങ്ക് ഓക്കെ ഞാൻ റിലേഷൻ്റെ കാര്യം പറഞ്ഞത് ഇവിടെ എനിക്ക് തോന്നി ഓക്കെ നൈറ്റ് ഓഫ് കപ്സ് ഒക്കെ ഓക്കെ. അടുത്ത സൺഡേ ആകുമ്പോഴേക്കും നിങ്ങൾ ഒരു പേഴ്സണുമായിട്ട് ഇപ്പോൾ ആരോടെങ്കിലും ഫൈറ്റ് ഉണ്ടെങ്കിൽ അതിപ്പോൾ റിലേഷൻ ആവണമെന്നില്ല കേട്ടോ, എന്തായാലും ശരി, നമ്മൾ ജസ്റ്റ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഓഫീസിൽ ആരോടെങ്കിലും ആയാലും ശരി, ഐ തിങ്ക് ഇവിടെ ഒരു ഫൈനലി ഒരു സന്തോഷം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, സ്ട്രെസ് അടിക്കുന്നുണ്ട് നിങ്ങൾ നല്ലോണം. ഐ തിങ്ക് ഈ ഒരു ആഴ്ച കുറച്ച് സ്ട്രെസ്സിൽ തന്നെ പോകും. കാരണം കാര്യങ്ങളൊന്നും ക്ലിയർ ആവില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞ് അതൊരു തർക്കത്തിലേക്ക് പോയി ഒരു പൊട്ടിത്തെറികളും കാര്യങ്ങളും എല്ലാം കാണുന്നുണ്ട് ഇവിടെ. ബട്ട് ഫൈനൽ ഒരു സൺഡേക്ക് എത്തുമ്പോഴേക്കും നമുക്കൊരു പോസിറ്റീവ് മൊമെൻ്റ് ആണ് കാണുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് നല്ലത് വരട്ടെ എന്തായാലും. ഓക്കെ, എന്തായാലും മൺഡേ നിങ്ങൾ ഐ തിങ്ക് ഒരു ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്നതായിട്ടൊക്കെയാണ് എനിക്ക് ആദ്യം തോന്നുന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും സിറ്റുവേഷനിൽ ഇപ്പോൾ ജോലി സ്ഥലത്തായാലും നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ലൈക്ക് നിങ്ങൾ ചെയ്ത വർക്ക് ഓക്കെ അതിനു വേണ്ടി നിങ്ങൾ ആരോടെങ്കിലും ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആദ്യം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ടായിരിക്കും നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്നത്. ഓക്കെ,
നിങ്ങൾ ചെയ്ത ശരികളുണ്ട്. ഓക്കെ, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത് നിങ്ങൾ, അല്ലേ? എന്തായാലും ഫൈനലി അതിൻ്റെ സൺഡേക്ക് അതിൻ്റെ റിസൾട്ട് ഒരു ബെറ്റർ ആയിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരാഴ്ച മുഴുവൻ ലേശം നിങ്ങൾ കോൺഫ്ലിക്റ്റ് നടക്കാനുള്ള സാധ്യതയാണ്. റിലേഷൻഷിപ്പ് ആണെങ്കിലും ശരി, അല്ല വേറെ എവിടെയെങ്കിലും ആണെങ്കിലും ശരി, ചില കോൺഫ്ലിക്ട്സ് നിങ്ങളുടെ ലൈഫിൽ വരാനുള്ള സാധ്യതയാണ്. ഓക്കെ, നമുക്ക് ഒരിക്കൽ ഡെക്ക് കൂടി നോക്കാം. ഈ ആഴ്ച യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്താണ് മെസ്സേജസ് തരുന്നത്, നിങ്ങൾക്ക് എന്താ അഡ്വൈസ് തരുന്നത് നോക്കാം. ഓക്കെ, ബോഡി ആൻഡ് സോൾ. ഓക്കെ, സീയിങ് ബിയോണ്ട്, ഡീപ് ബ്രെത്ത്, ഇയേഴ്സ് വൈഡ് ഓപ്പൺ. യെസ്, ഇൻഫർമേഷൻ്റെ കാര്യം അല്ലേ. ബ്രോക്കൺ ഓപ്പൺ, ടവർ കാർഡ് നമ്മുടെ. ആൻഡ് എ മെറി മോട്ടീവ്, ഗുഡ്. എക്സ്പോസ്ഡ് ആൻഡ് റിവീൽഡ്. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുമെന്നാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾ എന്തോ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, എന്തോ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ പേരിലാണ് തർക്കങ്ങൾ നിങ്ങൾ മുന്നോട്ട് വരാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി നിൽക്കുമ്പോൾ ചില തർക്കങ്ങളായിട്ട്, പക്ഷെ ഇവിടെ ഫൈനലി ഒരു മെറി മോട്ടീവ് എന്ന് പറയുന്നുണ്ട്. ഒരു പോസിറ്റീവായിട്ടൊരു മൂവ്മെന്റ് എന്ന രീതിക്ക് നമുക്ക് പറയാം. ഓക്കെ, ഹാപ്പി സമയം എന്ന രീതിക്ക് പറയാം. ഓക്കെ, അതായത് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് വരും എന്ന രീതിക്ക് എടുക്കാം. ബോഡി ആൻഡ് സോൾ, സീയിങ് ബിയോണ്ട്, ഡീപ് ബ്രെത്ത്. ബോഡി ആൻഡ് സോൾ ആൻഡ് ഡീപ് ബ്രെത്ത് കാണുമ്പോൾ എനിക്ക് നിങ്ങൾ ഒരു മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ അവനവനെ ഒന്ന് ബാലൻസ് ചെയ്ത് വെക്കുക എന്ന് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. ഓക്കെ, അതായത് നിങ്ങൾ സ്ട്രെസ്സിൽ ഓവർ റിയാക്ട് ചെയ്യരുത്. ഓക്കെ, ഓവർ റിയാക്ട് ചെയ്യരുത്, ഓവർ തർക്കത്തിനൊന്നും പോവാതിരിക്കുക. എന്തെങ്കിലും ആരെങ്കിലും നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ആൻസർ കൊടുക്കാൻ പാകത്ത്. ആൻഡ് ഇവിടെ അഗൈൻ 7 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു 7 നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കണം. യെസ്, പക്ഷെ അവിടെ നമ്മൾ സംസാരങ്ങൾ കുറയ്ക്കാം. ഓക്കെ, കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ചില സമയത്ത് അവിടെ തർക്കം ആവശ്യമില്ല എന്നും പറയാം. ഓക്കെ, നിങ്ങൾക്ക് നോളജ് കിട്ടുന്നുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. സീയിങ് ബിയോണ്ട് ആണ്. ഓക്കെ, നിങ്ങളുടെ മുമ്പിലുള്ള ചില ഇല്യൂഷൻസിനെ അപ്പുറത്ത് നിങ്ങൾ ചില കാര്യങ്ങൾ, നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ചതിച്ചു, അല്ലെങ്കിൽ നിങ്ങളെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ നിങ്ങൾ പലതും മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ ഇയേഴ്സ് വൈഡ് ഓപ്പൺ. യെസ്, എല്ലാം കാര്യങ്ങൾ കേട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. കുറേ നിങ്ങളോട് പറയുന്നത് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുക, നിങ്ങൾ കേൾക്കാം. ഓക്കെ, എല്ലാം കാത് തുറന്നു വെച്ച് കേൾക്കുക എന്ന് മാത്രമല്ല, കണ്ണ് തുറന്നു വെച്ച് കാണുക. രണ്ടും ഉണ്ട്, സീയിങ്ങും ഉണ്ട്, ഇയേഴ്സ് വൈഡ് ഓപ്പണും ഉണ്ട്. കാണുക, കേൾക്കുക, മനസ്സിലാക്കുക. ഓക്കെ, സിറ്റുവേഷൻസ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, ഡീപ് ബ്രീത്ത് എടുക്കുക, നിങ്ങൾ സ്ട്രെസ് ആവാതിരിക്കുക. ഓക്കെ, കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ തർക്കത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് പിന്നെ അത് കൈവിട്ട് പോകും. ഓക്കെ, പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തി സംസാരിച്ച് പിടിച്ച് പിന്നെ അത് അങ്ങനെ കയ്യിൽ നിന്ന് വിട്ടുപോയി കൊളാവും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് പക്ഷെ കാര്യങ്ങളുടെ ഒരു കറക്റ്റ് കാര്യങ്ങൾ നിങ്ങളുടെ നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കറക്റ്റായ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ പറ്റും. അവനവനെ കൺട്രോൾ ചെയ്യാം. ഓക്കെ, വേറെ ആളെ നമുക്ക് തോൽപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഫൈറ്റ് ചെയ്യണ്ട. ഓക്കെ, പക്ഷെ പറയേണ്ടത് ചിലത് പറയണം, ആ പറയേണ്ട രീതിക്ക് പറയും വേണം. ഓക്കെ, അല്ലെങ്കിൽ വേറെ ആൾ ജയിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെ വിടുകയും ചെയ്തേക്കാം. ഓക്കെ, നിങ്ങൾ ജയിച്ചോ എന്ന് പറയാം. ഓക്കെ, കാരണം നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞു അല്ലേ. അപ്പോൾ അവിടെ എങ്ങനെ റിയാക്ട് ചെയ്യണം, നമ്മൾ ചില സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ മീൻസ് അത് അറിഞ്ഞ് നമ്മൾ മനസ്സിലാക്കി നമ്മൾ നിൽക്കാം. അങ്ങനെ മനസ്സിലായോ? ഓക്കെ, ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നു. ഓക്കെ, എല്ലാം നിങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കുക. ആദ്യത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ടപ്പോൾ അതാണ്. ആൻഡ് ബ്രോക്കൺ ഓപ്പൺ. യെസ്, നിങ്ങൾക്ക് വളരെ അധികം, ഞാൻ ടവർ മൊമെന്റ് നേരത്തെ പറഞ്ഞു, നിങ്ങൾ തർക്കത്തിലേക്കൊക്കെ പോകുമ്പോൾ ഇവിടെ ഒരു ടവർ മൊമെന്റ് വരാനുള്ള സാധ്യതയാണ്. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ പേഴ്സണൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങൾ തമ്മിൽ ടവർ മൊമെന്റ്, അല്ലെങ്കിൽ നിങ്ങളെ ശരിക്കും ഹേർട്ടായ രീതിയിലാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ വളരെയധികം ഹേർട്ടായിട്ടുണ്ട്. ഓക്കെ, ആ ഹേർട്ട് ഒരുപാട് ശരിക്കും നിങ്ങളെ വേദനിപ്പിച്ച ചില കാര്യങ്ങൾ മേ ബി അതായിരിക്കാം നിങ്ങൾക്ക് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ന്യൂസ് എന്തെങ്കിലും നിങ്ങളെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരിക്കാം. ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവാം. ഓക്കെ, ആ പേരിൽ എന്തെങ്കിലും തർക്കങ്ങളോ, അതിപ്പോൾ ജോലി സ്ഥലത്തായാലും നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതായിട്ട് നിങ്ങളുടെ ആരെങ്കിലും, നിങ്ങളുടെ കൊളീഗ്സ് ആരെങ്കിലും നിങ്ങൾ ചെയ്ത വർക്കിന് ക്രെഡിറ്റ് അവരെടുത്തു, അങ്ങനെ വല്ലതും, അല്ലെങ്കിൽ നിങ്ങളെ പിന്നിൽ നിന്ന് അവർ കുത്തി, അതായത് അവർ മുന്നോട്ട് അവർക്കൊന്ന് അഡ്വാൻസ് കരിയറിൽ കയറി പോകാൻ വേണ്ടിയിട്ട് മേ ബി നിങ്ങളെ എന്തെങ്കിലും പിന്നിൽ ആരോടെങ്കിലും കുറ്റം പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഓക്കെ നിങ്ങൾ ചിലപ്പോൾ റിയലൈസ് ചെയ്യാനുള്ളതായിരിക്കാം. അല്ലെങ്കിൽ ഫാമിലിയിലായാലും നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും പിന്നിൽ നിന്ന് പറഞ്ഞത് കാര്യങ്ങൾ നിങ്ങൾ അറിയാനോ അങ്ങനെ എന്തെങ്കിലും, പക്ഷെ നിങ്ങളെ ഒരുപാട് വിഷമിപ്പിക്കുന്ന ഒരു കാര്യം. ഓക്കെ, റിലേഷൻഷിപ്സ് ആണെങ്കിൽ ഏതെങ്കിലും നിങ്ങളുടെ പേഴ്സണിൻ്റെ കാര്യങ്ങൾ ഓക്കെ അങ്ങനെ നിങ്ങൾ അറിയാനുള്ള ഒരു സാധ്യതയാണ്. നിങ്ങൾ പക്ഷെ കേട്ട് മനസ്സിലാക്കേണ്ട ഒരു സമയമാണിത്. ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ്. ഓക്കെ, വെരി മോട്ടീവ് എക്സ്പോസ്ഡ് ആൻഡ് റിവീൽഡ് ആണ് വന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഉറപ്പാണ്. ആൻഡ് ഇവിടെ എർത്ത് മാജിക് അത് കഴിഞ്ഞ ഒരു പക്ഷേ ന്യൂ ബിഗിനിങ് ഉണ്ടാവും. ഓക്കെ, ന്യൂ ബിഗിനിങ് കാണുന്നുണ്ട്. ആൻഡ് വിഷപ്പ് ഓൺ സ്റ്റാർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് മുന്നോട്ട് ഒരു നല്ലൊരു ഫ്യൂച്ചറാണ് കാണുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു ലേശം നിങ്ങൾ സ്ട്രെസ് ഗോ ത്രൂ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ടവർ മൊമെൻറ്റ് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അതിന് ശേഷം നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് ആണ് വരുന്നത്. അവനവനെ ഗ്രൗണ്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾ വളരെ ബാലൻസ്ഡ് ആയിട്ടിരിക്കുക. ആരെയും പറഞ്ഞ് തർക്കിച്ച് നിങ്ങൾ ജയിച്ച് അവരെ തോൽപ്പിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ആക്ഷൻസ് മാറ്റാം.
ഓക്കെ. ഇവിടെ നമ്പേഴ്സ് 20, 21, 1 ഒക്കെ ഉണ്ട് ഇവിടെ. ഓക്കെ. സോ 2, 3 ഓൾറെഡി ഉണ്ട്. 3, 3, 33. ഇത് 5 അല്ലേ, എൻ്റെ കണ്ണ് ക്ലിയർ അല്ല. 5, 36, 7, 28. ഓക്കെ. അപ്പോൾ 6 ആയി, 5, 9. ഓക്കെ. ആൻഡ് ഇവിടെ 7 and 10 ആണ്. ഓക്കെ. 10 അല്ലെങ്കിൽ 1 പറയാം. ഓക്കെ. അഗൈൻ ഒരു 1 ഉണ്ടായിരുന്നു. സോ ന്യൂ ബിഗിനിങ്സ് നിങ്ങൾക്ക് വരും. ഇത് ടവർ കാർഡാണെങ്കിൽ ടവറിന് ശേഷം ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് വരും. പേടിക്കേണ്ട. ഓക്കെ. നിങ്ങൾ അവനവനെ ബാലൻസ് ചെയ്യും. എല്ലാ കാർഡ്സും ഇവിടെ കാണുമ്പോൾ എനിക്ക് നിങ്ങൾക്കൊരു മെഡിറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ. കുറച്ചൊന്ന് ഡീപ് ബ്രീത്ത് എടുത്ത് കാമായിട്ട് ഹാൻഡിൽ ചെയ്യുക കാര്യങ്ങൾ. ഓക്കെ. നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ആദ്യം നിങ്ങൾ മനസ്സിലാക്കാം. പക്ഷെ നമ്മൾ പറയില്ലേ, എല്ലാം കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ വെറുതെ പിന്നെ ശരിക്കും പറഞ്ഞാൽ ചില സമയത്ത് നമ്മൾ തർക്കിക്കാൻ പോയിട്ട് തന്നെ കാര്യമില്ല എന്ന് പറയും. ഓക്കെ. അതെങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കാം. ചിലപ്പോൾ നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കി മാറി നിൽക്കാൻ വേണ്ടി ഒരു ഇൻഫർമേഷൻ കിട്ടുന്നതായിരിക്കാം. ഓക്കെ. നിങ്ങൾ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ ചെയ്യാം. ഓക്കെ. എല്ലാവർക്കും നല്ലൊരു വീക്ക് ആവട്ടെ. ഓക്കെ. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.